ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികമാകുകയാണ് കേട്ടോ. ആ സമയത്ത് നല്ല രസമാണ് കേട്ടോ. വിവാഹ വാർഷികത്തെക്കുറിച്ച് സച്ചി ആദ്യം ഓർക്കുന്നൊന്നുമില്ല, പക്ഷേ രവി അതൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിവാഹ വാർഷികം നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ചമ്മയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ അമ്മയും എല്ലാം ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിനൊക്കെ ശേഷം സച്ചിയാണെങ്കിൽ രേവതിക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ ചന്ദ്രമതി പണി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. ശ്രുതിയുമാണെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. പുതിയ ഷോറൂം തുടങ്ങാൻ വേണ്ടിയിട്ട് സച്ചിയോട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ഷോറൂം ഉണ്ടെങ്കിൽ പറയണം, ഫർണിച്ചറിൻ്റെ ബിസിനസ്സാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ ഉള്ള കാര്യം പറയുകയാണ്. ഹോം അപ്ലയൻസ് ഷോപ്പൊക്കെ തുടങ്ങാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പണം എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യത്തിൽ സച്ചിക്ക് ഇപ്പോഴും സംശയമാണ്. അതുകൊണ്ട് തന്നെ സച്ചി ഇങ്ങനെ ഓരോന്ന് കുത്തി പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്നും പറയാൻ പോകണ്ട, നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കാനൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ കഴിയാണ്. നമ്മുടെ ശ്രുതിയും കൂടി ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദേ അമ്മയുടെ പേരെങ്കിലും അതിന് ഇട്ടേക്കരുത്, അതൊരു ലക്ഷണക്കേട് തന്നെയാണെന്ന് പറയുക. അങ്ങനെ അവർ ഷോപ്പൊക്കെ തുടങ്ങി അവർ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുകയാണ്. രേവതിയാണെങ്കിൽ വണ്ടിയിൽ പൂക്കച്ചവടമൊക്കെ ചെയ്ത് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവാഹ വാർഷിക ദിനമൊക്കെ വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും സച്ചിയോ ഒന്നും ചിന്തിക്കുന്നേയില്ല. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ രവി സച്ചിയോട് ചോദിക്കുകയാണ്, എടാ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, അത് നിനക്കൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയാ, എനിക്ക് ഓർമ്മയൊന്നുമില്ല, എന്ത് ദിവസമാണെന്ന് ഞാനെങ്ങനെയാണ് ചിന്തിക്കുന്നത്, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ സച്ചി പറയാണ്, സുധിയുടെ പണം അടിച്ചുകൊണ്ട് ആ പെണ്ണ് പോയ ദിവസമല്ലേ, എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ മുഖം അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയാ, നിനക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ, വേറൊന്നും നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കും. പിന്നെ ഓർമ്മയില്ലാതെ നമ്മുടെ സുധി ഓടിപ്പോയ ദിവസമല്ലേ അന്ന് എന്ന് പറയാ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, വേറൊന്നും ഓർമ്മയില്ലേ സച്ചിയേട്ടൻ? എനിക്ക് വേറൊന്നും ഓർമ്മയില്ല, വേറെ നീയൊന്ന് ആലോചിച്ച് നോക്കിയേ സച്ചി, ചുമ്മാ വെറുതെ കളിക്കാതെ എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വേറെന്ത്, എടാ നിന്റെ കല്യാണം നടന്ന ദിവസമല്ലേടാ അത് എന്ന് ചോദിക്കുകയാണ്. അപ്പം സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ദിവസമാണോ, ഞാനതൊന്നും ആലോചിച്ചില്ല, എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മ വന്നതേ നമ്മുടെ സുധിയെ പറ്റിച്ച പെണ്ണ് 50 ലക്ഷം രൂപയായിട്ട് പോയില്ലേ, അതാ എൻ്റെ കല്യാണത്തെക്കാളും കൂടുതൽ എൻ്റെ മനസ്സിലിങ്ങനെ തങ്ങി നിന്നത് എന്ന് പറയാണ് സച്ചി. അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. നാളെ വിവാഹ വാർഷികമായിട്ട് സച്ചി അത് ഓർത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് രേവതി റൂമിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രവി പറയുന്നുണ്ട്, എടാ ചെല്ലടാ അവൾ പിണങ്ങിപ്പോയത് കണ്ടില്ലേ, നീ അന്നത്തെ ദിവസം ഓർക്കാതിരുന്നത് മോശമായിപ്പോയി സച്ചി, നീ ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്ന് പറയാണ്. അങ്ങനെ സച്ചി രേവതിയുടെ പുറകെ അങ്ങ് പോവുക. ചെന്നിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്, കല്യാണത്തിൻ്റെ കാര്യം ഓർക്കാത്തത് കൊണ്ടാണോ നിനക്ക് ഈ വിഷമം? പിന്നെ എനിക്ക് നല്ല വിഷമം തോന്നി, സച്ചിയേട്ടൻ സുധി ഓടിപ്പോയ കാര്യവും ഞങ്ങളുടെ കല്യാണം മുടങ്ങിയ കാര്യവും പണം കൊണ്ട് പോയ കാര്യമൊക്കെ ആലോചിച്ച് ഓർത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടെ വിവാഹം കഴിച്ച കാര്യം മാത്രം ഓർക്കാത്തതെന്താ? അപ്പോൾ ഉടനെ സച്ചി പറയാണ്, ആ ദിവസമൊന്നും എനിക്കത്ര ഓർമ്മയില്ല, താല്പര്യമില്ല. പിന്നെ അതിനൊക്കെ ശേഷം ഞാനൊരു താലി വാങ്ങി നിന്നെയും കൊണ്ട് അമ്പലത്തിൽ പോയി വീണ്ടും വിവാഹം കഴിച്ചില്ലേ, ആ ദിവസം എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ വിവാഹ ദിവസം അന്നാണ് എന്ന് പറയാണ്. അപ്പോൾ അത് രേവതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, രേവതിക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ സച്ചി ഓരോരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. വിവാഹത്തിന് മുമ്പ് ഞാൻ നിന്നെ എന്നാ ആദ്യമായിട്ട് കണ്ടതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ രേവതി പറയാണ്, നിങ്ങളല്ലേ അന്ന് എന്നെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയത് വണ്ടിയിൽ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയണം. അങ്ങോട്ട് പോയപ്പോൾ ഉള്ളിത്തൊലി പോലെ ഇരുന്ന് നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഉരുളക്കിഴങ്ങ് പോലെ ആയല്ലോ എന്ന് ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? അപ്പോൾ രേവതി പറയാ, ഉണ്ട്. അപ്പോൾ നിനക്ക് എന്താ തോന്നിയത് എന്നോട്? എനിക്ക് നല്ല ദേഷ്യമാണ് തോന്നിയത് എന്ന് പറയാം.
അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ആ ഞാൻ നിൻ്റെ ഭർത്താവാകുമെന്ന് നീ വിചാരിച്ചിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല. അതിനൊക്കെ മുമ്പും നമ്മൾ കണ്ടിരുന്നു. അന്നും എനിക്ക് നിങ്ങളോട് ദേഷ്യമായിരുന്നു. ഒരിക്കലും നിങ്ങൾ എൻ്റെ ഭർത്താവാകുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ആ, അതാണ് കളികൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ പഴയ ഓരോ കാര്യങ്ങളും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം സച്ചി ഓട്ടത്തിന് പോവുകയാണ്. അങ്ങനെ സച്ചി ട്രിപ്പിന് പോയി കഴിയുമ്പം രേവതി താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ വിവാഹ വാർഷികത്തിന് തട്ടത്തിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം സച്ചിയും രേവതിയും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനും വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി വരുന്ന കാണുമ്പോഴേ രവിക്ക് സന്തോഷമാവുക. രവി പറയുന്നുണ്ട്, ആ ലക്ഷ്മി കയറി വരൂ, ഇരിക്കൂ എന്നൊക്കെ പറയാം. ചന്ദ്രേ, ദേ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ, രേവതി മോളെ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്നൊക്കെ രവി പറയുക. അപ്പോൾ രേവതി ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി അമ്മയെ കാണുമ്പോൾ രേവതിക്ക് സന്തോഷമാവുക. അമ്മയെ വന്ന് രേവതി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിയുമ്പം ചന്ദ്ര വന്നിട്ട്, ഓ ഇവരായിരുന്നോ, ഇവരിനി എന്നത്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, നീയൊന്നും മിണ്ടാതിരിക്കാവോ, നാളെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികമല്ലേ, അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതായിരിക്കും ലക്ഷ്മി എന്ന് പറയാണ്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, അതെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹമല്ലേ, അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. മോളെ രേവതി, നീ ഒരു തട്ട ഇങ്ങ് എടുത്തുകൊണ്ട് വന്നേ, അമ്മ കൊണ്ടുവന്ന സമ്മാനങ്ങൾ നിനക്ക് തരാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേവതി പോയിട്ട് തട്ടം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴേക്ക് ചന്ദ്ര അവിടെ നിന്ന് പറയാണ്, ഓ എന്തിനാണാവോ ഈ തട്ടമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്, പറച്ചിൽ കേട്ടാൽ തോന്നും ഒരു കുന്ന് സ്വർണവും പണവും ഒക്കെ ഇങ്ങ് കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, നീ മിണ്ടാതൊന്നും ഇരിക്കുന്നുണ്ടോ എന്ന് പറയുക. അപ്പം ആ തട്ടത്തിലേക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിക്കും രേവതിക്കും ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. രേവതിക്ക് സാരിയും സച്ചിക്ക് ഷർട്ടും മുണ്ടും ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ലക്ഷ്മി. അതൊക്കെ തട്ടത്തിൽ വെച്ച് രേവതിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് അത് അത്ര പിടിക്കുന്നില്ല. ചന്ദ്രമതി പറയുക, 2 കഷ്ണം തുണിയും കുറച്ച് പഴങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ ചടങ്ങിന് ക്ഷണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ ഇവളുടെ വീട്ടുകാരെ കൊണ്ട് സാധിക്കുമോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, വിലപിടിപ്പുള്ള കാറും പണമൊക്കെ കൊണ്ടുവരുന്നതിലും വില ദേ അവർ കൊണ്ടുവന്ന ഈ തുണിക്കും അതുപോലെ തന്നെ ആ പഴങ്ങൾക്കുവാ, അതാണ് അവർക്ക് സന്തോഷം എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ സുധി അതിലേക്ക് കടന്നു പോവുക. അപ്പോൾ സുധിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി, സുധി സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുക. ആ സുഖമായിരിക്കുന്ന ആൻറ്റി എന്ന് പറഞ്ഞിട്ട് സുധി അങ്ങ് കയറി പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ വർഷയും ശ്രീകാന്തും അങ്ങോട്ട് എത്തുക. അപ്പോൾ വർഷ കാണുമ്പോഴേ ആ ആൻറ്റി എന്നൊക്കെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഖമായിരിക്കുന്ന മക്കളെ എന്നെ ചോദിക്കുക ലക്ഷ്മി, ആൻറ്റി നന്നായിരിക്കുന്ന ആൻറ്റി, ആൻറ്റി ആ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് വർഷ. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി, ഉണ്ട് ഞാൻ ആ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ആ മുറുക്ക് എടുത്ത് കൊടുക്കുക. അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ വർഷ, എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ്, കഴിഞ്ഞ ദിവസം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറയുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതെ ഈ മുറുക്കൊക്കെ അവരെന്ത് എണ്ണയിലാണ് ഉണ്ടാക്കിയെന്ന് അറിയാൻ പറ്റുമോ, പിന്നെ ഇതൊക്കെ വാങ്ങി കഴിക്കാൻ നീ നിൽക്കാതെ മോളെ എന്ന് പറയുക. അപ്പോൾ ഉടനെ രവി പറയാം, പിന്നെ അവർ നല്ല എണ്ണയിലല്ലാതെ പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മിയും പറയുന്നുണ്ട്, അതെ നല്ല എണ്ണയിൽ തന്നെയാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ വർഷ പറയുകയാണ് കേട്ടോ ചന്ദ്രയോട്, അമ്മ എന്ത് വർത്തമാനം ഈ പറയുന്നത്, എന്തായാലും നമ്മളിതൊക്കെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലത് വീട്ടിലുണ്ടാക്കിയത് കഴിക്കുന്നതല്ലേ, പിന്നെ ലക്ഷ്മി ആൻറ്റി നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ വർഷയെ നീ അതെല്ലാം വാങ്ങി കഴിക്കാതെ അത് സച്ചിയേട്ടനും രേവതിയേട്ടത്തിക്കും കൊണ്ടുവന്നതല്ലേ. അപ്പം ഉടനെ തന്നെ ലക്ഷ്മി പറയും, ഏയ് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കൊണ്ടുവന്നാ, ഞാൻ അവർക്ക് വേണ്ടി കൊണ്ടുവന്നെങ്കിലും എല്ലാവർക്കും കൂടിയാണ് കൊണ്ടുവന്നത്, അതുപോലെ നാളത്തെ വിവാഹ വാർഷികത്തിന് ഇവരെ ക്ഷണിക്കാനും കൂടി വന്നതാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ശ്രുതിയോടായിട്ട് ചന്ദ്ര വലിയ ഗമിക്ക് പറയാണ് കേട്ടോ, അതെ ശ്രുതി, നിൻ്റെ വീട്ടിൽ നിന്നാണ് ഇനി ഇതുപോലെ പലഹാരങ്ങളും സമ്മാനങ്ങളും ഒക്കെയേ വരേണ്ടത്, അത് ദേ ഇവർ വന്ന പോലൊന്നും അല്ല, ഇതിലും നല്ല കേമമായിട്ട് തന്നെ വരണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി, അതെങ്ങനെയാ, ഇവളുടെ അച്ഛനിപ്പോൾ ജയിലിലാണെന്നല്ലേ പറയുന്നത് കേട്ടത്, അപ്പോൾ പിന്നെ അവരെങ്ങനെയാണ് വരിക എന്ന് ചോദിക്കുക. അപ്പോൾ അത് നമ്മുടെ ചന്ദ്രയ്ക്കും
ശ്രുതിക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുക, ഓഹോ, അപ്പം ഇവിടുത്തെ വിവരങ്ങളൊക്കെ നിങ്ങളുടെ മകൾ അപ്പാപ്പ വിളിച്ച് അവിടെ അറിയിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അല്ല, അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ കൂടത്തിൽ പറഞ്ഞിരുന്നു ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്നും അതുകൊണ്ടാണ് കാണാൻ വരാത്തതെന്നും പണമൊക്കെ നൽകിയെന്നും ഒക്കെ അറിഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ശ്രുതിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടുത്തെ എല്ലാ വിവരങ്ങളും അപ്പം വിളിച്ച് അറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ മകളെ വല്ലോ ചാനലിൽ ന്യൂസ് എടുക്കാൻ ചേർക്കുകയായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രയും പറയാം, എടി രേവതി, നീ അപ്പം എല്ലാ വിവരങ്ങളും അങ്ങോട്ട് വിളിച്ച് പറയാറുണ്ട് വിശദമായിട്ടല്ലേ? അപ്പം രേവതി പറയാണ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതൊന്നുമല്ല. ഇവിടെ നടന്ന കാര്യങ്ങൾ എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്തായി തെറ്റ് എന്നൊക്കെ ചോദിക്കുക. അപ്പം നല്ല രീതിയിൽ ചന്ദ്ര അപമാനിക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മിയെ. അപ്പോൾ രവിയാണെങ്കിൽ അതൊക്കെ തടയുന്നുമുണ്ട്. അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എന്നാൽ പോവാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ സച്ചി അങ്ങോട്ട് തിരിച്ചു വരികയാണ്. സച്ചിയാണെങ്കിൽ എന്തോ ക്യാഷ് എടുക്കാൻ മറന്നു പോയിട്ട് തിരിച്ചു വരിക. അപ്പോഴാണ് ലക്ഷ്മിയെ കാണുന്നത്. അപ്പോൾ ആഹാ, അമ്മ ഇവിടെ എത്തിയോ എന്ന് ചോദിക്കുക. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്, നിങ്ങളെ രണ്ടുപേരെയും അങ്ങോട്ട് ക്ഷണിക്കാൻ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ സന്തോഷമായല്ലോ എന്ന് പറയുക. അപ്പോൾ രേവതി ആ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചിയെ. ദേ അമ്മ നമുക്ക് കൊണ്ടുവന്ന ഡ്രസ്സാണ് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മിയും പറയുന്നുണ്ട്, അതെ, നാളെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം രണ്ടുപേരും അങ്ങോട്ട് വരാമെന്ന് പറയുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ അങ്ങോട്ട് വരാമല്ലോ, നമ്മൾ രണ്ടും ഒരു വീട്ടുകാരല്ലേ, പിന്നെ എന്തിനാ ഇപ്പം ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഈ ഡ്രസ്സൊക്കെ അമ്മ വാങ്ങാൻ പോയത്? അതല്ല മോനെ, ഞാനതൊക്കെ ചെയ്യേണ്ടതല്ലേ, നീ എൻ്റെ മോനല്ലേ, അപ്പം പിന്നെ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അല്ല, ഇപ്പം ഈ പണം ഇല്ലാത്ത സമയത്ത് എന്തിനാ ഇങ്ങനെ ഫോർമാലിറ്റിയൊക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഉണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, എൻ്റെ അമ്മ തന്നെയാണ് നിങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഫോർമാലിറ്റി നമ്മൾ തമ്മിൽ വേണ്ട കേട്ടോന്ന്. അപ്പം അമ്മ തന്നെയാണ്, അമ്മയെ പോലെയാണെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പം നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുക. ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് കോടി വല്ലാതാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുക. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രയ്ക്ക്. അതിനുശേഷം സച്ചി അങ്ങ് പോവാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ലക്ഷ്മിയും അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി പോയി കഴിയുമ്പോഴേക്കും ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ രേവതിയുടെ മുറിയിലേക്ക് ചന്ദ്രയും ശ്രുതിയും കൂടി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടുത്തെ എല്ലാ വിവരങ്ങളും നീ അങ്ങോട്ട് ചോർത്തി കൊടുത്തോട്ടേ ഇരിക്കുകയാണല്ലേ, ഇതാണ് നിൻ്റെ പണി അല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രേവതി നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അച്ചമ്മയും അവിടെ എത്തുകയാണ്. അച്ചമ്മ എത്തുമ്പോഴേക്കും എല്ലാവരും, ആഹാ, അച്ചമ്മ എത്തിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ രവി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ, അമ്മ വന്നോ, അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രൻ പറയാം, അമ്മയ്ക്കൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നുകൂടായിരുന്നോ, ഇതെന്താ ഇങ്ങനെ വന്നത്? അപ്പോൾ ഉടനെ തന്നെ അച്ചമ്മ പറയാണ്, എനിക്ക് ഇവിടെ വരണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ അധികാരമൊന്നും വേണ്ട, ഇതെൻ്റെ വീടാ, ഇവിടെ എനിക്ക് എപ്പോൾ വേണേലും വരാം, അതുകൊണ്ട് നിങ്ങളെയൊന്നും അറിയിച്ചിട്ട് എനിക്ക് വരണമെന്ന് നിർബന്ധം ഉണ്ടോടാ രവി എന്ന് ചോദിക്കുമ്പം രവി പറയാം, ഏയ് അമ്മ ഇങ്ങനെ ചൂടാകാതെ, പദവില്ലാതെ ഇങ്ങനെ വന്നപ്പം ഞങ്ങളത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ രേവതിയെ വിളിച്ച് അടുത്ത് ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയാ, ആ മോളെ സച്ചി എവിടെയെന്ന് ചോദിക്കുക. അത് സച്ചിയേട്ടൻ ട്രിപ്പിന് പോയിരിക്കുക അച്ചമ്മയെന്ന് പറയാണ്. എന്തായാലും നാളെ നിങ്ങളുടെ വിവാഹ വാർഷികം അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആഹാ, അച്ചമ്മ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? പിന്നെ ഞാനിത് മറന്നു പോവുമോ? ഞാനത് എപ്പോഴും ഓർക്കുന്ന കാര്യമല്ലേ, വേറെ എന്തെല്ലാം മറന്നാലും നിങ്ങളുടെ വിവാഹ വാർഷികമൊന്നും ഞാൻ മറക്കില്ല മോളെ എന്ന് പറയാണ്. അതുകൊണ്ടല്ലേ അച്ചമ്മ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് പറയുക. ആഹാ, അത് കൊള്ളാമല്ലോ എന്നിങ്ങനെ രവിയും പറയുക. അമ്മ ഇത് ഓർത്ത് വെച്ച് വന്നല്ലോ, എന്തായാലും കുട്ടികൾക്ക് സന്തോഷമായി കാണും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ രേവതിയെ ഇടിച്ച് താഴ്ത്താനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര പറയാ, രേവതി, നീ എത്രയാണെന്ന് പറഞ്ഞാലും കാണിച്ച അത്ര ശരിയായില്ല. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിൻ്റെ അമ്മയോട് വിളിച്ച് പറയുകയും അവിടെ ചെന്ന് ന്യൂസ് കൊടുക്കുകയും ചെയ്തിട്ടല്ലേ നിൻ്റെ അമ്മ ഇവിടെ വന്ന് ഭരിക്കാൻ വന്നത്. അവർക്ക് എന്താ അവകാശമുള്ളത് സുധിയുടെയും ശ്രുതിയുടെയും കാര്യത്തിൽ ഇടപെടാൻ? ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ കിടക്കുകയാണെന്നുള്ള കാര്യം എന്തിനാ അവരോടൊക്കെ പറയാൻ പോയത്? അപ്പോൾ ഉടനെ അച്ചമ്മ പറയാണ്, അതെന്താ ചന്ദ്രേ, അത് അവൾ പറഞ്ഞു എന്ന് വെച്ച് അവളുടെ സ്വന്തം അമ്മയോടല്ലേ പറഞ്ഞത്. അവൾ ഈ വീട്ടിൽ ജീവിക്കുമ്പം ഇവിടുത്തെ കാര്യങ്ങളല്ലേ പറയേണ്ടത്. അതൊരു വലിയ തെറ്റൊന്നും അല്ലല്ലോ. ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ തന്നെയല്ലേ കിടക്കുന്നത്. പിന്നെ ക്യാഷ് തന്നു എന്നൊക്കെ പറഞ്ഞത് സത്യമാണോ എന്ന് ആർക്കറിയാം. പിന്നെ അത് അവൾ ലക്ഷ്മിയോട് പറഞ്ഞതിന് നീ ഇത്ര ചോദ്യം ചെയ്യാനൊന്നും വരണ്ട കേട്ടോ. അങ്ങനെ രേവതിയെ എപ്പോഴും കുറ്റപ്പെടുത്താമെന്നുള്ള ചിന്തയും വേണ്ട ചന്ദ്രേ നിനക്ക് എന്ന് പറയാണ്. അപ്പം ചന്ദ്രമതിക്ക് അങ്ങ് ഹാലിളകി ചന്ദ്രമതി ശ്രുതിയോട് പറയാം, വാ ശ്രുതി, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് കേട്ടോ. അന്നാണെങ്കിൽ വിവാഹ വാർഷികമാണല്ലോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആഹാ,
രേവതി എന്താ നീ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നത്തെ ദിവസത്തെ പ്രത്യേകത പോലും സച്ചിയേട്ടന് അറിയില്ലല്ലോ, പിന്നെ എന്താ ഈ ഷർട്ടും മുണ്ടുമൊക്കെ എടുത്ത് നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ചച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതി അങ്ങോട്ട് പോകുന്നത്, നിനക്ക് നിൻ്റെ അമ്മയും അനിയത്തിയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട്, വേണ്ട, നമ്മൾ അങ്ങോട്ട് ചെല്ലണം, നമ്മുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ വരെ ഒന്ന് ചെല്ലണം. അങ്ങനെയല്ലേ, അതിനെന്താ സച്ചിയേട്ടന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്ത് ബുദ്ധിമുട്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, പിന്നെ ഇന്നൊരു നല്ല ദിവസമായിട്ട് അങ്ങനെ വഴക്കൊന്നും കൂടാൻ പോകണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ. അപ്പോൾ രേവതി പറയാണ്, ഇന്ന് നല്ല ദിവസമാണെന്നെങ്കിലും സച്ചിയേട്ടന് തോന്നിയല്ലോ, ഇന്നലെ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ സച്ചി പറയാ, നല്ല ദിവസം തന്നെയാ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, ഇന്ന് പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇന്നൊരു സദ്യയൊക്കെ നമുക്ക് ഉണ്ടാക്കണം, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ എന്ന് പറയാണ്. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആയത് കാരണം എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എടാ സച്ചി, നീ മോളോട് സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുമെന്ന് പറയാം. അപ്പോൾ സച്ചിയുടെ കയ്യിലാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഗിഫ്റ്റ് എടുത്ത് സച്ചി കൈ പിടിച്ചിരിക്കുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ സച്ചി നിൻ്റെ കയ്യിലിരിക്കുന്നത്, എന്താ ഇതെന്ന് ചോദിക്കുമ്പം ഉടനെ സച്ചി പറയാണ്, ഇത് ഞാൻ രേവതിക്ക് ഒരു സമ്മാനം വാങ്ങിയതാണെന്ന് പറയാ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ ആ സമ്മാനം അവക്കങ്ങ് കൊടുത്തേ, മോൾക്ക് സന്തോഷമാവട്ടെ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ അത് ഞാൻ കാണിക്കാം അച്ചമ്മേ, ഒരു മോതിരം ഞാൻ അവൾക്ക് വാങ്ങിയത് എന്ന് പറയാണ്. എന്നിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ, ഈ മോതിരം കണ്ടോ, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കുക അച്ചമ്മ എന്ന് പറയുമ്പം അത് വാങ്ങി നോക്കുകയാണ് കേട്ടോ അച്ചമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട് മോനെ, നീ ഇത് വാങ്ങിയത് നന്നായി, ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമായിട്ട് ഇങ്ങനൊരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുന്നത് നന്നായി എന്ന് പറയാണ്. അപ്പോൾ രവിയെയും കാണിക്കുന്നുണ്ട്, രവിക്കും അത് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ചന്ദ്രയുടെ മുഖം അങ്ങ് വല്ലാതെ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ദൈവമേ, ഇവക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ മോതിരവും വാങ്ങിയോ, കൊള്ളാവല്ലോ കളി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയ്ക്ക് അതൊന്നും രസിക്കുന്നില്ല. അപ്പോൾ സച്ചി പറയാ, അച്ചമ്മ ഈ മോതിരം അവളുടെ കയ്യിലൊന്ന് ഇട്ട് കൊടുത്തേ എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാ, ഞാനല്ല, ഇന്നത്തെ ദിവസം നീയാണ് ഈ മോതിരം രേവതി മോളുടെ കയ്യിലിട്ട് കൊടുക്കേണ്ടത്, അതുകൊണ്ട് നീ തന്നെ ഈ മോതിരം രേവതിയുടെ കയ്യിലിട്ട് കൊടുക്കുക എന്ന് പറയാണ്. അങ്ങനെ സച്ചി ആ മോതിരം രേവതിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കയ്യിലിട്ട് കൊടുക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. രേവതി പറയാണ്, സച്ചിയേട്ടൻ എന്നാലും ഓർത്തിരുന്ന് ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങി തന്നല്ലോ എനിക്ക് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിനെന്താ, നീ എനിക്ക് കാറില്ലാതെ ഇരുന്ന സമയത്ത് നീ എനിക്കൊരു കാറ് തന്നെയല്ലേ രേവതി വാങ്ങി തന്നത്, പിന്നെ ഒന്നും അല്ലാന്ന് എനിക്കറിയാമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്ര അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇതല്ലേ ഉള്ളൂ, അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഡയമണ്ടും സ്വർണ്ണമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ രവി പറയാ, എന്താ ചന്ദ്രേ, നിൻ്റെ വീട്ടിൽ നിന്ന് വിവാഹ വാർഷികത്തിന് ഡയമണ്ട് സ്വർണ്ണമൊക്കെയാണോ ഇവിടെ കൊണ്ടു തന്നത്, അല്ലല്ലോ എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പം ചന്ദ്ര ഒരു പൊടിക്കൊന്ന് അടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയും നമ്മുടെ സച്ചിയും രേവതിയും എല്ലാം സന്തോഷമായിട്ട്, രേവതിക്ക് സച്ചിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനി മുത്തശ്ശിയും നമ്മുടെ സമ്മാനമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്